ഉണ്ണീശോയെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് ഹൃദയങ്ങൾ പുൽക്കൂടാക്കി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ആഗമനകാലത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ഉള്ള ക്രിസ്മസ് പ്രതീകം പുൽത്തൊട്ടിയാണ്. ആഗമനകാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകളെല്ലാം ഉണ്ണീശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുക. സുവിശേഷ വായനയിൽ സ്നാപക യോഹന്നാനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. സ്നാപക യോഹന്നാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് വന്നവനാണ് എന്ന് അസംയുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സ്നാപക യോഹന്നാൻ ഒരു പുൽത്തൊട്ടിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായി സ്വയം ഒരുങ്ങിയതിന് ശേഷം എല്ലാവരെയും മാനസാന്തരപ്പെട്ട് ഉണ്ണീശോയെ സ്വീകരിക്കേണ്ട പുൽത്തൊട്ടികളായി നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, പുൽത്തൊട്ടി എന്ന പ്രതീകം ക്രിസ്തു പിറക്കേണ്ട ഇടമാണ്. നമുക്കറിയാം, കാലാകാലങ്ങൾക്ക് മുമ്പ് ജെറുസലേം ദേവാലയത്തിലാണ് യഹൂദർ ദൈവത്തെ കണ്ടുമുട്ടിയതെങ്കിൽ ഇന്ന് ക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ഹൃദയങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ പുൽത്തൊട്ടിയായിട്ട് മാറേണ്ട ഇടങ്ങളാണ്. പുൽത്തൊട്ടി എന്ന പ്രതീകം ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും നല്ല പ്രതീകമായി നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ. അവനെ സ്വീകരിക്കുവാനായിട്ട് പുൽത്തൊട്ടിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാം. നന്മയും സ്നേഹവും വഴി എല്ലാവരെയും കണ്ടെത്തുന്ന ഒരു വിശാലമായ ഹൃദയം രൂപീകരിച്ചുകൊണ്ട് ഉണ്ണീശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ പുൽത്തൊട്ടിയായിട്ട് മാറ്റാം. ആഗമനകാലത്തിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.